Hello. Namaskaram. Welcome back to yet another video. Another video is all about makeup. So if you are a beginner or if you are new into makeup, do watch this video. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടുമായിരിക്കും ബിക്കോസ് മിനിമൽ പ്രോഡക്ട്സ് ഉപയോഗിച്ച് ഞാൻ മാക്സിമം എല്ലാം കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ബിഫോർ വി ബിഗിൻ, താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് മൈ പ്രീവിയസ് വീഡിയോ. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്ന് വന്നിട്ടുള്ള ഒരു സജഷനിൽ തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തത്. ഇറ്റ്സ് എ വെരി ഗ്ലോയി brown skin friendly makeup look. I do get a lot of compliments for my makeup. അപ്പോൾ ഞാൻ കരുതി എൻ്റെ നോളജും ഞാൻ യൂസ് ചെയ്യുന്ന ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ നിങ്ങൾക്കും ഷെയർ ചെയ്യാമെന്ന്. സോ അറ്റ് ദിസ് പോയിന്റ് ഞാൻ ഫേസ് ക്ലെൻസ് ചെയ്തു. സ്കിൻ ഓൾറെഡി പ്രെപ്പ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ട് സൺസ്ക്രീൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. കോൾഡ് കൺട്രീസിൽ ജീവിക്കുമ്പോൾ അത്രയ്ക്ക് സൺസ്ക്രീൻ്റെ ആവശ്യം വരത്തില്ല എന്ന് ഞാനും ആദ്യമൊക്കെ അങ്ങനെ കരുതിയായിരുന്നു. യൂസ് ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലായി. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ആ പ്രൈമർ. അത്യാവശ്യം ലോങ് ലാസ്റ്റ് ചെയ്യാനായിട്ട് ആ ഒരു സ്കിൻ ഫീലൊക്കെ കിട്ടാനായിട്ട് പ്രൈമർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യും. സോ ഒരു കുറച്ച് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഫൗണ്ടേഷൻ. ഇൻവെസ്റ്റ് ഓൺ എ ഗുഡ് ഫൗണ്ടേഷൻ. അത് ഒരുപാട് പ്രൈസി അല്ലെങ്കിൽ എക്സ്പെൻസീവ് ലക്ഷറി ബ്രാൻഡ് വാങ്ങണം എന്നല്ല ഞാൻ പറയുന്നത്, ബട്ട് ചൂസ് ദ റൈറ്റ് വൺ. ബിക്കോസ് ഫൗണ്ടേഷൻ പോയി കഴിഞ്ഞാൽ, ബേസ് കൊളായി കഴിഞ്ഞാൽ നമ്മുടെ ഹോൾ മേക്കപ്പിന് അത് എഫക്റ്റ് ചെയ്യും. ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ബ്യൂട്ടി ബ്ലെൻഡർ കുറച്ചൊന്ന് വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് നനച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മോയ്സ്ചർ ലോക്ക് ചെയ്യാനായിട്ടത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അങ്ങനെ നമ്മൾ ഫേസ് മേക്കപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് ഐബ്രോസ്, ഐസ് ഒക്കെ പെട്ടെന്ന് ചെയ്യാം ബിക്കോസ് വി ആർ ഓൾറെഡി റണ്ണിങ് ലേറ്റ്. ഐബ്രോ ചെയ്യാം. അധികമൊന്നുമില്ല, ഈ ഗ്യാപ്സ് ഒക്കെ ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം. ആൻഡ് ദെൻ നല്ലപോലെ അത് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അത്രേ ഉള്ളൂ. ഓക്കെ, ദിസ് ഐബ്രോസ് വിൽ ഗിവ് യു എ നരേന്ദ്ര പ്രസാദ് ലുക്ക്. പക്ഷേ ട്രസ്റ്റ് ദ പ്രോസസ്. എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ അടിപൊളിയായിരിക്കും. ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടി ഐ എം ടേക്കിംഗ് പേസ്റ്റൽ പിങ്ക് ബേസ്. അത് നല്ലപോലെ ഇന്ന കോർണറിൽ ബ്ലെൻഡ് ചെയ്യാം. ഐ ചേഞ്ച് മൈ മൈൻഡ്. അപ്പം ഞാൻ മൊത്തത്തിലങ്ങ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇന്നൊരു വിങ്ക് ഐ മേക്കപ്പ് ചെയ്താലോ ഇങ്ങനെ വിചാരിക്കുക. ഓക്കെ, അതിൻ്റെ നടുക്കായിട്ട് നമുക്ക് ഈ ഷിമ്മർ ഐ ഷാഡോ വെച്ചൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ നടുക്ക് മാത്രം മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ആയിരിക്കും സ്യൂട്ട് ചെയ്യുന്നത്. എനിക്ക് ഗെയിം ചേഞ്ചറായിട്ട് തോന്നിയിട്ടുള്ളത് ഇതാട്ടോ. ഇപ്പം ഞാൻ കണ്ണ് താഴെ എഴുതി കഴിഞ്ഞാലും ഐ ഓൾവേസ് ഡു ദിസ്. കുറച്ചുകൂടെ ഡാർക്ക് ഒരു ഐ ഷാഡോ അടുത്തിങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ ഇരിക്കും. ലാസ്റ്റ് സ്റ്റെപ്പ് ഇസ് മസ്കാര. ദെൻ ഫൈനൽ ടച്ച് ബ്ലഷ്. മൊത്തത്തിൽ പിങ്ക് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതെൻ്റെ ഫേവറേറ്റ് ലിപ്പ് ലൈനറാണ്. ഞാൻ എന്ത് ലിപ്പ് ഷെയ്ഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാലും മോസ്റ്റ്ലി ഞാൻ യൂസ് ചെയ്യുന്നത് ബ്രൗൺ ലൈനർ ആയിരിക്കും. ആൻഡ് ദിസ് ഇസ് ഫ്രം കീക്കോ. സോ നമുക്ക് നല്ലപോലെ ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കാം. ഒന്ന് ഫിൽ ചെയ്ത് കൊടുത്തു. പിങ്ക് ലിപ്സ്റ്റിക്ക് കുറച്ച് നമുക്ക് ഇവിടെ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഡാബ് ചെയ്ത് കൊടുക്കാം. ആൻഡ് ദെൻ ഗെറ്റ് ആ ഗ്ലോസി ലിപ്സ്റ്റിക്ക്. ഓ, നോ, കൊളായിപ്പോയി ഗൈസ്. ഓക്കെ, ഞാൻ എക്സസ് ലിപ്സ്റ്റിക്കൊക്കെ എടുത്ത് കളഞ്ഞു. ഇനി നമുക്ക് വീണ്ടും കുറച്ച്
ബ്രൗൺ ലിപ്സ്റ്റിക് തന്നെ എടുത്ത് അങ്ങോട്ട് ഞാൻ ലൈൻ ചെയ്തെടുക്കാം. ലിപ് ഗ്ലോസ്. That's the final look. ഓക്കെ, സോ അപ്പോൾ അത്രേ ഉള്ളൂ. ഞാൻ യൂസ് ചെയ്ത പ്രോഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. ജസ്റ്റ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ് ഓർ ജസ്റ്റ് ഡ്രോപ്പ് മീ എ മെസ്സേജ്. ഐ ക്യാൻ ഓൾവേസ് ഷെയർ ഇറ്റ് വിത്ത് യു ഓൾ. അപ്പോൾ താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ നെക്സ്റ്റ് വൺ. ഓക്കെ, ബൈ.